മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവമായിട്ട് ജീവിക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മോഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ നമ്മൾ വിമോചിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ ആൾക്കാർ ദൈവമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ നമ്മുടെ സൽപ്രവർത്തികൾ കൊടുക്കുന്നു, ബദലായിട്ട് ബാട്ടർ സിസ്റ്റം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു. ഈ ഒരു ലെവലിൽ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യും പലപ്പോഴും. ഇതിൽ നിന്നും ഒരു അണുവിട വളരത്തില്ല. നമ്മളെപ്പോഴും യേശു ദൈവത്തിൻ്റെ ദൃശ്യമാക്കപ്പെട്ട രൂപമാണ്. അപ്പോൾ യേശുവുമായിട്ടൊരു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വ ബന്ധം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി വ്യത്യാസമുണ്ട്. നമ്മൾ പ്രഖ്യാപിതമായിട്ട് കർത്താവെ ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് എന്നെ ഒരു ശിഷ്യനാക്കണമേ, അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം അതൊരു ദൈവവിളിയാണ്. കിട്ടുകയോ ഇല്ലയെന്ന് നമുക്കതിൻ്റെ അകത്ത് മെരിറ്റില്ലാത്ത കാരണം ഇത് എല്ലാം നോട്ട് ബൈ മെരിറ്റിൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. ആ ഇഷ്ടത്തിൻ്റെ പട്ടിക ഇടം പിടിക്കുന്നത് ആണ് നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചു പോയി, നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ്? ചില കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, അച്ഛൻ ഡെയിലി ബ്രെഡിനും ഉടമ്പടി ധ്യാനത്തിനോ സെയിം സബ്ജക്റ്റാണ് ഉപയോഗിക്കണമെന്ന്. ചിലപ്പോഴങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളതിൻ്റെ അത് അലോസരമൊന്നും ഉണ്ടാക്കണ്ട, മറിച്ച് ഡീപ്പൺ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചാൽ മതി. കാര്യം ഇതിൻ്റെ ഓരോ ആംഗിളിങ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വചനം നമുക്ക് തന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മോഡ് വ്യത്യാസമുണ്ടാകും പലപ്പോഴും. പിന്നെ വചന ലിങ്കിങ്ങിലൂടെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, വചനം ആഫ്റ്റർ ഓൾ അതൊരു മോഡം പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് അതിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മനസ്സ് വ്യത്യസ്തമായിരിക്കും. ഇപ്പം ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മനസ്സ്, വ്യത്യസ്തമായ ഇച്ഛകളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി സെയിം വാക്ക് തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് കാലങ്ങളിലുള്ള വചനത്തിൻ്റെ ട്രാൻസ്നാഷണൽ എബിലിറ്റി ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അത് ഇറ്റ് വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ പേഴ്സൺസ് ഓൾസോ. വ്യക്തികൾക്ക് വഴി അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സർവമാന ഒരു ഡയമെൻഷനാണ് ബൈബിളിനുള്ളത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ബൈബിൾ വായിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒരു ഭക്ഷണമാണ് ശരിക്കും. ബൈബിള് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ബൈബിളിനുണ്ട്. കാര്യം ബൈബിള് ഒരേ സമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് വചനം. വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ്.
അതാണ് നമ്മുടെ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ. പക്ഷെ ഇത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം സഹകരിക്കുന്നോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിറവേറ്റിയെടുക്കാനും പരിശുദ്ധാത്മാവിന് എന്തുമാത്രം മൽപ്പിടുത്തങ്ങൾ കുറഞ്ഞു വരുന്നുവോ അത്രയും നമുക്ക് ദൈവ വെളിപാടുകൾ കൂടുകയും ദൈവ വഴിനടത്തലുകൾ കൂടുകയും ചെയ്യും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന കാരണം മനുഷ്യൻ വല്ലാത്ത രീതിയിൽ എന്താണ് ജീവിതത്തോട് കാണിക്കുന്നത് ഒരു വിഗ്രസ് ആയിട്ടുള്ള, വളരെ പേശിപ്പിടുത്തം ആവശ്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആധ്യാത്മിക ജീവിതവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരണതും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതും വേറൊരു കഷ്ടപ്പാട്. ഇത്രയും ഒന്നും കാര്യമില്ല. ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയം എന്താ, ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്. നാഥാനിയലെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. നഥാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്? അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിനെ ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപട്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താറെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അത് എടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കരുതുന്ന അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല, അവർ 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കുന്നതും അവർ ഉടമ്പടി ജീവിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വതി എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമുണ്ട്. അശ്വതിയുടെ സാക്ഷ്യം നമ്മളെ ശരിക്കും
അപ്പോൾ ഈ സാക്ഷ്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യനാണോ നോൺ ക്രിസ്ത്യൻ ആണോ എന്ന് നമുക്ക് ആരാ ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കാണ് അതിൻ്റെ കൃപ കിട്ടണത് അവർ ലീഡ് ചെയ്തു പോകും. അശ്വതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അശ്വതി ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ കൗണ്ടറിലിരുന്ന ആൾ അശ്വതി പറയും, നിങ്ങൾ UK പോകണല്ലേ? കൗണ്ടറിലിരിക്കുന്നവർ അത്ര സ്കിൽഫുള്ളല്ല, അത്രയ്ക്ക് കൗൺസിലിങ്ങിലേക്കുള്ള ആൾക്കാരല്ല. അവർ അതിൻ്റെ ഒരു സെക്രട്ടറിയൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ സെക്രട്ടറി വർക്ക് ചെയ്യുന്നവരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. അശ്വതി വരുമ്പോൾ നിങ്ങൾ UK പോകണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അശ്വതി പറയണത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം. ചില സമയത്ത് നമുക്ക് തോന്നുവേ, എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന്. ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും, ആരെ കല്യാണം കഴിക്കണം, എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫ്രഷ് ഹാൻഡ്സ് ലീഡ് ചെയ്യണത് അവർക്ക് ചട്ടക്കൂടുകളില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വരേണ്ട ആളാണ്. അപ്പോൾ ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ല, ഒരു കാര്യത്തിനും ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ രൂപമുണ്ട്, നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപങ്ങളുണ്ട്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറച്ച് സീരിയസ് ആയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ നൂഹവിനെ കുറിച്ചൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനെ നിലനിർത്താനും പലർക്കും ഒരു പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആൾക്കാർ. പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാൻ ഇപ്പോൾ കർത്താവ് പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഈ ഒറ്റ കേൾവി കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു പോകും. സന്തോഷത്തോടെ ഇരിക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇന്ന കാര്യമൊന്നുമല്ല, ദൈവത്തിന് എന്ത് തരണമെങ്കിലും സന്തോഷമേ ഉള്ളൂ. അതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. പക്ഷെ എന്താണ് പ്രശ്നം? നിങ്ങളെൻ്റെ വാക്ക് കേൾക്കണം. പിന്നെന്താണ്? എൻ്റെ സ്നേഹത്തിൽ അവിടെയാണ് ഒരു പ്രശ്നം. നിലനിൽപ്പാണ് ഒരു പ്രോബ്ലം. ഇപ്പം അശ്വതി അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവിടുന്ന് കിട്ടിയ നോട്ടനുസരിച്ച് ഇവൾ ഉടമ്പടിയിൽ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് എഴുതി വെച്ച്. അവൾക്കറിയത്തില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ആരെ സഹായിക്കും, ആരോട് പറയാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ കൗണ്ടറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്കത് ദൈവം സംസാരിച്ച പോലെ തോന്നിയതുകൊണ്ട് അവർ എഴുതി വെച്ച് എനിക്ക് വിദേശത്ത് പോകണം എന്ന് എഴുതി വെച്ച് അവസാനം
ഇവർ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു. അയാൾ ആ പൈസയും കൊണ്ട് പോയി. ഈ ഏജൻസി ക്ലോസ് ആയിപ്പോയി, അടച്ചു പൂട്ടി. അപ്പോൾ പിന്നെ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വന്നു. ഏജൻസി കാശും കൊണ്ട് പോയല്ലേ, പിന്നെ അതിന് ഉള്ള കാശും കൊണ്ട് ഏജൻസി പോയി. ആ ഏജൻസി അവരുടെ ഓഫീസും അടച്ച്. അപ്പോൾ അത് നേരെ എതിർകിട വന്ന ആ വിഷയം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ പരിപാടികളെല്ലാം നിർത്തി. ഇനി പോവുകയും വരികയും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും തേടി തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഈ പോയ കാശില്ലേ, ഏജൻസി അടിച്ചു മാറ്റിയ കാശ് ഏജൻസി മുങ്ങിയില്ലേ, ആ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവളെ അച്ഛനെ കാണാൻ വേണ്ടി വരും. ആൾക്കാർ വരും. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ല, അങ്ങനെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. ചിലരോട് ഈശോ അപ്പം തന്നെ സംസാരിക്കും, ചിലരോട് എന്നിലൂടെ സംസാരിക്കത്തില്ല, പോകുന്ന വഴിക്ക് സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും, പക്ഷേ എന്തെങ്കിലും നടന്നിരിക്കും ആ വിഷയത്തിൽ, ഒന്നും നടക്കാതില്ല. പിന്നെ ഉടമ്പടി എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് വരുന്നവരും മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ചൊളിവിൽ അച്ഛനെ കാണാമെന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. രോഗികളെ മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. രോഗികൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ രോഗികളല്ലാത്തവർ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരരുത്. ദാറ്റ്സ് നോൺസെൻസ്. രോഗികളെ കൊണ്ട് ഞാൻ കാണുന്നതിൻ്റെ കാര്യം അവർക്ക് എടുക്കാൻ ആവതില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല. അപ്പോൾ അവർ വൈഫ് എടുത്താലും ഹസ്ബൻഡ് എടുത്താലും, അപ്പോൾ അമ്മയാണ് എടുത്തിരിക്കുന്നത് മകന് വേണ്ടി. മകൻ രോഗിയാണ്, കിടപ്പ് രോഗിയായിരിക്കണം കേട്ടോ, അല്ലാതെ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗമല്ല. ചിലർക്ക് കർത്താവിനെ കാണുമ്പോൾ രോഗം ഉണ്ടാവും. അവരിതുപോലെയുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അച്ഛന് വേണ്ട തലയെ കൈപ്പിടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഉടമ്പടിയും കൊണ്ട് വരും. അങ്ങനെയൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഫ്രോഡ് ആൾക്കാരെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും അവൻ്റെ കാര്യം ക്ലോസ് ചെയ്യാൻ പറയും. അതെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ കിടന്ന് അലറുകയൊന്നുമില്ല, പക്ഷെ സംഭവം ക്ലോസ് ആയിരിക്കും. കാര്യം ദൈവത്തെ അവനെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട്, ദൈവത്തെ അമ്മ വഴിട്ട് അമ്മയുടെ ആ ഒരു യോഗ്യതയിൽ ദൈവത്തെ ടെസ്റ്റ് അവൻ ചെയ്യണത്. അല്ലെങ്കിൽ അവന് വിശുദ്ധമായ സ്ഥലം, ജനലക്ഷങ്ങൾ രക്ഷപ്പെട്ട സ്ഥലമല്ലേ, അവിടെ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം തന്നെ അവനോട് പറയും നീ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരാൻ പറയും. ചില ആൾക്കാർ ഈ അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് രാവിലെ എന്നെ കാണുന്നത് പറയുമ്പോൾ അച്ഛനല്ലേ എന്ന് ഓർത്തുകൊണ്ട് പ്രീസ്റ്റല്ലേ, അപ്പോൾ നമ്മളൊരു ബഹുമാനമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ അകത്തോട്ട് വരാൻ അനുവദിക്കും. പക്ഷെ വന്നിട്ട് അച്ഛൻ പറഞ്ഞത് എന്താ, ആരെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊന്ന് കാണണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉടമ്പടി ഉള്ളത്, അവർക്ക് ഉടമ്പടിക്കാൻ കഴിയുകയില്ല. അപ്പം അച്ഛനെ കാണിച്ചിട്ട് ചൊളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പോയി. അങ്ങനെയൊക്കെ ഒരച്ഛന്മാരും വരരുത്, ആർക്ക് വേണ്ടിയും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. ദൈവദൃഷ്ടിയിൽ ഉടമ്പടിക്കൊരു ദൈവികമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ ആ പ്രോസസ്സിങ് ചെയ്യാതെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ദൈവദൃശ്യനും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് അച്ചിട്ട പോലെ ആൾക്കാർ ജീവിക്കണത്. അതുകൊണ്ട് ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടണത്. അത് കണ്ടുകൊണ്ട് പുറം വാതിലൂടെ അച്ഛന്മാരെയും വേറെ ആൾക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി അപ്പം തന്നെ കാര്യം പറയും. അത് പുറം വാതിലൂടെ വരുന്ന ആൾ അച്ഛൻ ശ്രദ്ധിക്കണം, അച്ഛനെ കരുവാക്കണവരെന്ന് പറയും. കാര്യം അങ്ങനെ ഞാൻ ഒരു പേഴ്സണലായിട്ട് റിലേഷൻ ആരുമായിട്ടും കീപ്പ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ആരുടെയെങ്കിലും കൂട്ട് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം, നമ്മളൊരു നിശ്ചിതമായ രീതിയിൽ സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊന്നും തടസ്സമല്ല. അതെല്ലാം ശുശ്രൂഷകളുടെ വഴികളിൽ പോലെ തന്നെ. അതുകൊണ്ടാണ് ആർക്കും പ്രൈവറ്റായിട്ട് ആരെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കണം അകത്ത് വരരുതെന്നൊരു കാര്യം. കുറച്ച് ചിലർക്ക് കാശുണ്ടാവും, എന്നാൽ കുറച്ച് കാശ് കൊടുത്തിട്ട് അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. എൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെയും കുർബാനപ്പണം പോലും ഇവിടെ നിന്ന് മേടിക്കണില്ല. ഇവിടുന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, എടുത്തില്ലല്ല. ഞാൻ തന്നെയും കുർബാനയ്ക്ക് പണം മേടിക്കണില്ല.
എനിക്ക് നേരത്തെ ഉള്ള കുറച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വരുമാനം സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് 5 പൈസ മേടിക്കത്തില്ല കൃപാസനത്തിൽ നിന്ന്. നിങ്ങളങ്ങനെ ധരിക്കരുത്. ഞാനിവിടുത്തെ കൃപാസന ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ഉള്ള കാര്യം നിലപാടുകളാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമുക്കെന്താ പ്രാധാന്യം? ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് സേവ്ഡ്. റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് തയ്യാറായെങ്കിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യങ്ങളിൽ വളരാൻ നോക്കണം ഓരോ ദിവസവും. കർത്താവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ല? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ നാദാനിയലൊക്കെ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ കാരണം അതാണ്. അതിലൊരു കാര്യമാണ്, ഈ കാപഠ്യമില്ലാത്ത നല്ല മനുഷ്യനെ എന്തുകൊണ്ട് ശിഷ്യനാക്കിയില്ല? അയാൾ നല്ല മനുഷ്യനാണെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അത് ആ യോഗ്യത പോരാ. കർത്താവ് പറയുന്നത് നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുതെന്ന് പറയും. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ല, ലുക്കാൻ്റെ സുവിശേഷം എടുത്ത് 9:23 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 9:23. ലൂക്കാ 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ചടുത്തി പറ. സ്വയം വൃത്തിയാകും. പിന്നെ പറഞ്ഞോളൂ. അനുദിനം. ദാറ്റ് ഈസ് അതാ അനുദിനം. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഇൻ ഫോർട്ട്നൈറ്റ് അല്ല നടക്കത്തില്ല വർക്കൗട്ട്. ഇത് വളരെ സീരിയസാണ്. ഈ കുരിശെന്ന് പറഞ്ഞ സാധനം ഇന്നെടുത്ത് പിന്നെ അടുത്ത ആഴ്ച എടുക്കണമല്ല. ആ അനുദിനം എന്നുള്ള വാക്കാണ് പ്രശ്നം. ഇതിലൊന്നും ഈ നാദാനിയൽ ഇതൊന്നും പറ്റത്തില്ല. അയാൾ സിംപ്ലിഫിക്കേഷൻ അലക്കി തേച്ച അയാൾ ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം ഡെയിലി ക്രോസ് ഉണ്ടാകണം. ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവമാണ്. അന്നു വേണ്ട ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നു വേണ്ട കുരിശ്. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചങ്കിനൊരു വേദന ഒരു ആധ്യാത്മിക മുദ്ര പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും തന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു വേദന മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന്. പിന്നെ നമ്മൾ റിലീവ്ഡായി. മനസ്സിലായില്ലേ? നമ്മളെ റിലീവ്ഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ അത് തന്നെ തലയെ കൊണ്ട് നടന്ന് തലഭാരമേറ്റി നടക്കണമല്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും അവരുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു വേദന. അതാണ് ആസ്തി എന്ന്, ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും. ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ ഭർത്താവ് വഴി ഉണ്ടാവും. മനുഷ്യന്മാരുടെ വായിലെ നാക്കുകൊണ്ട് അവർക്ക് എന്തും പറയാം, എന്തും നമ്മളോട് ചെയ്യാം. അപ്പം നിങ്ങളോട് സ്വാതന്ത്ര്യമുള്ളവർ കൂടുതൽ അല്ല. നിങ്ങളുടെ മക്കളൊക്കെ നമ്മൾ തന്നെ ഓർക്കും, ഇവനൊക്കെ ഇത്രയും വലുതായിട്ടും ഒരു ബോധം വെച്ചില്ല എന്ന് ഓർക്കും. നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്ന ചില കോപ്പറേറ്റ് തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ഷീണമായിട്ട് കിടക്കുകയാണ്. അവൻ തിരക്കി പിടിച്ച് വന്ന് ബൈക്കിനെ കാറിനെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി എൻ്റെ അടുത്ത് അവിടെയും തിരികെ വെച്ച് ഇവിടെയും തിരികെ വെച്ചിട്ട് അവൻ ഉടനെ പോകും. അമ്മ ചിലപ്പോൾ നടുവ് വെട്ടി കിടക്കിയിരിക്കും. എന്താണ് അമ്മ കിടക്കണമെന്ന് പോലും അവൻ ചോദിക്കത്തില്ല. ഞാൻ പറയണത് ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം.
കർത്താവ് തൻ്റെ ശിഷ്യനെ ഒറ്റക്കാണ് വളർത്തുന്നത്, ആരെയും കണ്ടിട്ടല്ല വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, അവൻ ജയിക്കാൻ പറയും, അവൻ ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇപ്പം അവൻ ആ പെണ്ണ് പറയാണ് കേൾക്കണത്, എന്നെ കേൾക്കണില്ല. അങ്ങനെയൊക്കെ ഡയലോഗ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല, ഒരു കഥയില്ല. അത് നിങ്ങൾ വളരെ തരം താഴ്ന്ന ആധ്യാത്മിക സൂക്ഷിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ചില ചെക്കുകളൊക്കെ വെക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും അതാതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങൾ മതിയെന്ന് ഈശോ പറയത്തില്ലേ? ഇപ്പം ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ടേക്ക് ദ വിഡ് ഓഫ് ഗോഡ്. എല്ലാ ദിവസങ്ങളും അതിൻ്റെ ക്ലേശങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങൾ വീശി പാടാം. ആരാധന, ആരാധന ശ്രീവേ, ആരാധന, ആരാധന, ആരാധന ശ്രീവേ, ആരാധന. ഹല്ലേലൂയ, 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 മത്തായി 6:34. മത്തായി 6:34. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതാതിൻ്റെ ക്ലേശങ്ങൾ ഉണ്ടാകും. ഇൻബിൽട്ടാ, അതിൻ്റെ കൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഒരു അസംബിൾഡ് അക്സസറി അല്ല, അതിനോട് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു അക്സസറി അല്ല, ഇൻബിൽട്ടായിട്ട് വരണതാണ്, അതിൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്. ഈ ഓരോ ദിവസവും ചിലപ്പോൾ ഭർത്താവിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം. ഞാൻ രാവിലെ കർത്താവുമായിട്ട് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ ആളാണ്, 3 മണിക്ക് എഴുന്നേറ്റാണ്. അപ്പോൾ ഈശോയോട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയാണ് സ്വർഗം, സ്വർഗത്തിൽ നീ പറയുന്ന ത്രില്ലുണ്ടാകത്തില്ലെന്ന്. ഞാൻ തന്നെ പൊളിച്ചു പോയി, ഇതിങ്ങനെയൊക്കെ പറയണമെന്ന്. നമ്മുടെ ഈ സ്വർഗം പോയിച്ചല്ലേ ഇയാളെൻ്റെ കൂടെ നടക്കണം. അപ്പം സ്വർഗത്തിൽ ക്ലേശങ്ങളില്ല, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമേ ക്ലേശങ്ങളുള്ളൂ. ക്ലേശങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരു അവസരമുള്ളത് ഇവിടെയാണ്. അതാണ് ഭൂമിയാണ് സ്വർഗമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിയാണ് നമ്മൾ എർത്ത് ഈസ് അവർ ഹോം എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ ഒരു അവറേഷൻസാണ്, ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില സാധനങ്ങളാണ്. എർത്ത് നമ്മുടെ ഹോമൊന്നുമല്ല. നമുക്ക് എർത്ത് നമ്മുടെ ഹോമാണെങ്കിൽ പിന്നെ ഈശോ ഉയർത്തുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് എപ്പോഴും നിത്യത തന്നെ നമ്മുടെ ലക്ഷ്യം. പക്ഷേ വേറെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള പുണ്യമുണ്ട്. ഭൂമിയുടെ ജീവിതത്തിന് നമ്മൾ ആശാൻ പറഞ്ഞ പോലെ അവനീ വാഴ്വ് കിനാവ് കഷ്ടമൊന്നുമല്ല. അവനിയിലെ വാഴ്വ്, ഭൂമിയിലെ ജീവിതം കിനാവ് കഷ്ടം, സ്വപ്നം പോലെ, അങ്ങനെ സ്വപ്നമൊന്നുമല്ല. ഭൂമിയിലെ ജീവിതം കൊണ്ടാണ് നമ്മൾ കുരിശിനെ കൃപയാക്കി മാറ്റേണ്ടത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിക്കുന്നൊരു ജീവിത പങ്കാളി നമുക്കെന്തൊരു നേട്ടമാണ്. നിൻ്റെ നന്മകൾ അംഗീകരിക്കാത്ത അയൽവാസി, ഇവരെ കൊണ്ടാണ് നമ്മൾ സ്വർഗം പണിയണത്. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയത് ഡിലീറ്റായി പോകുന്ന നമ്മുടെ മക്കൾ, ഇത്രയും നാൾ വളർത്തിയെടുത്തില്ലേ നമ്മളെ,
നമ്മൾ അറിഞ്ഞ കാലത്തും അറിയാത്ത കാലത്തും വളർത്തിയെടുത്ത അമ്മമാർക്ക് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ മക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്ക് വേദനിക്കും. ദാറ്റ്സ് ഇറ്റ് സേ. അപ്പം അങ്ങനെയുള്ള ഈ ഇന്നർ ഫീലിങ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഈ മരിയൻ സോഫ്റ്റ്വെയർ, മരിയൻ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം കുരിശ് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ടാക്കി അതിലൂടെ കൃപ ജനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടയാൾ അമ്മയാണ്. അമ്മയ്ക്ക് ഹെവി ലോഡായിട്ടൊരു ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അവരോട് ഇവരോടൊക്കെ വിളിച്ച് പറയത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ നോക്കണം. അവനെ വിളിച്ച് പറഞ്ഞു, മരുമകൾ പ്രശ്നം ഉണ്ടാക്കി ആ മകളെ വിളിച്ച് പറഞ്ഞു. പലരും പണി മേടിച്ചിരിക്കുന്നത് ഈ മക്കളെ കൊണ്ട് തന്നെയാണ്. കാര്യം മരുമകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങളുടനെ എന്ത് ചെയ്യും? മകളെ വിളിച്ച് പറയും. അവൾ താടകയും ശൂർബണകമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 1.5 വരവാണ്. അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാകും. ചവിട്ടിക്കൂട്ടും മരുമകളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആദ്യങ്ങൾ പായ്ച്ചുകളെ അവിടെ. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാക്കണ എന്താണ്? ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി നിലനിൽക്കത്തില്ല, അതുകൊണ്ടാണ് നിൽക്കത്തില്ല. അതാണ് സംഭവം. ഐസ് കട്ട പെയിൻ്റ് അടിക്കണ പോലെ ഇരിക്കും. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അതാണ് സാധനം. ഈ വിഷയത്തെയാണ് എടുത്തിട്ട് നമ്മൾ മാതാവിനെ പോലെ വിഷയങ്ങളുണ്ടാവും. കർത്താവ് എന്താ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ഓരോരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? ക്ലേശങ്ങൾ ഉണ്ടാവേണ്ടതാണെന്നല്ലേ. ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമായിട്ട് പാടുക, എനർജറ്റിക് ആയിട്ട്. യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകാരൂപി നമ്മളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവർ നമ്മെ കൊച്ചാക്കി, ഇവർ നമ്മെ ചെറുതാക്കി എന്നൊക്കെ പറയത്തില്ലേ? അതായത് ദൈവം അവരിലൂടെ നമ്മളെ ഞെരുക്കി എന്ന് വേണേൽ കരുതുന്നത് തെറ്റില്ല. അവർക്ക് പിശാചാണെന്നുള്ളതാണ് നമ്മൾ പറയണത്. അതല്ല ശരി. നമ്മളെ ഞെരുക്കുന്നതിലും ഞെരുക്കി കുരിശിനെ കൃപയാക്കുന്നതിലും ദൈവത്തിനൊരു പങ്കുണ്ട്. അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് മനുഷ്യർ. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടി വരും. കർത്താവ് അങ്ങനെ ലീവ് ഇറ്റ് എസൈഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയുന്നത് പല കാര്യങ്ങളും വിട്ടുകളയാണ് നല്ലത്. കർത്താവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വർഗ്ഗം ഉണ്ടായിരുന്നു. ആരാണ്? ഫരിസീസ്.
കർത്താവ് എവിടെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ കർത്താവിനെ കൊടുക്കാമെന്നും പറഞ്ഞ് നടന്ന ആൾക്കാരുടെ നിയമജ്ഞർ. അത് എല്ലാ ദിവസവും ഇവർ പുറകെ ഉണ്ടാകും, രഹസ്യ പോലീസ് പോലെ. അതുകൊണ്ടാണ് കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. എപ്പോഴും കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. സാബത്ത് ദിവസം ഈ കക്ഷി പത്രോസ് അന്യൻ്റെ വയലിൽ നിന്ന് ഗോതമ്പ് കട്ട് കയ്യിലിട്ട് തിരുമ്പി തിന്നില്ലേ? ആ സമയത്ത് പരിസേര് പിടിച്ചല്ല, കൈയോടെ പിടിച്ച്. അപ്പോൾ ഇതാണ് സാബത്ത് ലംഘിക്കുന്ന പരിപാടിയാണല്ലേ. മോസസിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പിന്നെ നീ എന്നാ സുവിശേഷത്തോടെ പറയണം, നീ കള്ളപ്രവാചകരാണെന്ന് ഉടനെ കർത്താവിനെ അവർ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ പത്രോസ് വിചാരിച്ച് ഇപ്പം തന്നെ ഈശോ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഡിസ്മിസ് ചെയ്തില്ല, പത്രോസിൻ്റെ കൂടെ കൂടി. എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, അവൻ തിന്നട്ടെ, അവന് വിശന്നിട്ടല്ലേ. ദാവീദും അനുചരന്മാരൊക്കെ വിശന്നപ്പോൾ എന്താ ചെയ്തത്? ദേവാലയത്തിൽ പോയി. അപ്പോൾ ഈശോ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, കണ്ടല്ലേ? ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഈശോനെ ഒരിക്കൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോകത്തില്ല. പ്രിസലാണ്. അതാണ് ഈശോ പറയണത്. അത് ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈശോ എന്താ പറയണത്? ലീവ് ഇറ്റ് സൈഡ്, അവരെ വിട്ടേക്കാൻ പറയും. പിന്നെ അവരുടെ ചോദ്യമുണ്ടാക്കരുത് നിങ്ങൾ. അതാണ് അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. കണ്ട ആ വാക്ക് കണ്ട ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അവർ അന്തരെ നയിക്കുന്ന അന്തൻ അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇരുവരും കുഴിയിൽ വീഴും. അപ്പം അവരെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കുഴി വീഴുമെന്നായി പറയണത്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരണവരും അവരെ നമ്മളെ ചോദ്യം ഉണ്ടാക്കി. ഇപ്പം അച്ഛൻ നിങ്ങൾക്കറിയാമില്ല, എനിക്ക് തോന്നുന്നത് ഒരു 170ഓളം വീഡിയോ എനിക്കും കൃപാസനത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലേ? അത്രയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയോ ഞാൻ അവരോട് സംസാരിക്കുകയോ ഈ ആൾക്കാരെ തിരക്കിപ്പോയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കും. കർത്താവിൻ്റെ നിലപാടുണ്ട് നമുക്കിത് ഈ കാര്യത്തിൽ. ഈശോ യൂദാസിനോട് പറഞ്ഞില്ല, എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അത് ജീവിതത്തിൻ്റെ ഒരു സമീപനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വചനം വെച്ചാൽ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നിട്ടാണ് പറയണത്. അപ്പം നമ്മൾക്കെതിരെ ഉപജാപങ്ങൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ സ്ഥലം എടുപ്പിനായാലും കൊടുപ്പിനായാലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായാലും വീട്ടു നമ്പർ കിട്ടാനായാലും കിട്ടാതിരിക്കാനായാലും നിങ്ങളുടെ വിസ പുതുക്കാനായാലും പുതുക്കാതിരിക്കാനായാലും എപ്പോഴും ഒരു പ്രതിലോമ ശക്തി ഉണ്ടാകണം. നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് എപ്പോഴും ഒരു ശത്രുപക്ഷം ഉണ്ടാകണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുക. ഒന്ന്, ഇവരെ നമ്മൾ ലീവ് ചെയ്തിട്ട് മനുഷ്യപുത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. അതായത് അതാണ് നമ്മളെന്താ ചെയ്യണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു നോമാണതാണ്, നമ്മുടെ നോമതാണ്. പല പല വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ആ ഉടമ്പടിയും നമ്മൾ വ്യതിചലിക്കരുത്. കാര്യം ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ദിവസേന എന്ന് ഈശോ പറഞ്ഞത് എന്താണ്? ആഴ്ചതോറും നിങ്ങളുടെ കുരിശുവെടുത്തിന് വരാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്? ദിവസേന എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് ദിവസേന എന്ന് പറഞ്ഞത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വിശ്വസ്തതയെ ബാധിക്കും.
ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തെ 2:10 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. വെളിപാട് 2:10. വെളിപാട് ലാസ്റ്റ് ആണ് ഇവിടെ 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതെല്ലാം ബൈബിളിലെ ലാസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനത്തെ ജഡ്ജ്മെൻറ്റുകളാണ് പറയണത്. എന്താണ് വിശ്വസ്തനായിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴവരെയാണ്? അതാണ് അപ് ടു ദി ഡെത്ത്, അൺ ടു ഡെത്ത്, ഫിഡേലിറ്റി അൺ ടു ഡെത്ത്. അപ്പോൾ ഈ ഫിഡേലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. ഉടമ്പടിയുടെ ചില ഉടമ്പടികളൊക്കെ ഉടഞ്ഞു പോണത് ചിന്നുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്ന ഗ്യാപ്പുകളാണ്. ചില കാലങ്ങളിൽ നിങ്ങൾക്ക് അപഭ്രംശം ഉണ്ടാവുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്യും ദൈവത്തോട്. അതെപ്പോഴും സംഭവിക്കുന്ന ക്ലേശകാലത്തായിരിക്കും. ചിലർക്ക് വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാവോ? അത് ഈ വിശ്വസ്തതയ്ക്ക് വരുന്ന ഒരു ചിലർക്ക് വരുന്ന അബദ്ധമുണ്ട്. ഉടമ്പടിയിൽ അനുഗ്രഹാനന്തര കാലമില്ലേ? അതായത് നമ്മൾ ഉടമ്പടിയിൽ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നീടുണ്ടാകുന്ന നമ്മുടെ ഇടപാടുകളില്ലേ, അതാണ് വില്ലനായിട്ട് വർക്കൗട്ട് ചെയ്യണത്. അനുഗ്രഹാനന്തര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ അശ്വതിയുടെ കാര്യം എന്താണ്? അശ്വതി എന്നെ കാണാൻ എന്തിനാണ്? അവർക്ക് നഷ്ടപ്പെട്ട കാശ്, ആ കൂട്ടിപ്പോയ ഏജൻസിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവള് പാസ്പോർട്ടിൻ്റെ തന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തത് കൊടുത്ത് തിരിച്ചു വന്ന് അശ്വതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ എന്നാണ്. അപ്പോൾ ആ ചാപ്റ്റർ അവിടെ ഫയൽ അവൾ സ്വന്തമായിട്ട് ക്ലോസ് ചെയ്തായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ അത് ക്ലോസ് ആകാത്ത ഫയലാണ്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ഈ വിഷയം ഈ പാസ്പോർട്ട് ഒന്ന് തൊട്ടപ്പം തന്നെ പറഞ്ഞു അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നീ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? അപ്പോൾ ഉടനെ പറഞ്ഞു, പോണച്ചാ, പക്ഷെ ഉള്ള കാശ് കൂടി ഇപ്പം കണ്ടവൻ്റെ കയ്യിലാണ്, അതുപോലെ കിട്ടാൻ മാർഗമില്ല എന്ന് പറയും. വീണ്ടും പാസ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അതാ വിഷയം. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ അൾത്താറയെന്നൊരു വെർഡിക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കണം. ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നിങ്ങൾ എന്ത് കേൾക്കുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന, ആരാധന. ലൂക്കാ 10:26. ലൂക്കാ 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അപ്പോൾ ഈ കർത്താവിൻ്റെ വചനത്തിൽ ഉള്ള സംഭവവും ചില ആൾക്കാർ അത് തന്നെ വായിക്കും, ചിലർ അവരുടെ രീതി വേറെ വായിക്കും. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനവും ഇപ്പോൾ അവളോട് അക്ഷിതോട് ഞാൻ പറഞ്ഞു, നീ പോകാനിരിക്കുന്ന സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് ഇനി അത് ഫയൽ ക്ലോസ് ആയാലും ഇവിടെ ഫയൽ ഓണാണ്, ഇപ്പോഴും ഓപ്പണാണ്, അതുകൊണ്ട് ആ വിഷയം ഇനി വർക്കൗട്ട് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞെന്ന് പറയും. അപ്പോൾ പക്ഷെ അത് അവളത് പൂർണ്ണമായിട്ട് ചിലരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അച്ഛൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാണെന്ന് വിചാരിക്കും.
അതാണ് ആൾക്കാരുടെ ലെവൽ, വിശ്വാസ ലെവലിൻ്റെ ഒരു പ്രശ്നം. ചിലർക്ക് റിസെപ്റ്റിബിലിറ്റി കുറവാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴും അയ്യോ വണ്ടി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അത്രയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടും. നിങ്ങൾ ഈ മാവേലി സ്റ്റോറിലല്ല വന്നിരിക്കണത്, അതാണ് പ്രശ്നം. അപ്പം തന്നെ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞ് വാച്ചെടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയൽ ക്ലോസ് ആണേ. പിന്നെ ഇവിടെ വന്നിട്ടും കാര്യമില്ല, ചെറുത് വന്നിട്ടും കാര്യമില്ല. ഞാൻ എല്ലാം ചുട്ടിക്കൂട്ടി നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടും ആ വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എങ്ങനെ എത്രയും വേഗം അവർക്ക് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. മറിച്ച് അതെപ്പോഴും നമ്മളെ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ എപ്പോഴും നിങ്ങളെ ബാധിക്കും, ഗുരുതരമായിട്ട് ബാധിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണം, എൻ്റെ കൂട്ടുകാരത്തെ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും. അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തെ ആളുടെ ഇടപാടുകളും ബന്ധമൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യന് വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം, അത് ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പോൾ ആൻറ്റിയുടെ മകള് സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തൂനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കും. ഇവൾ കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകിയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനടിച്ച പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. അപ്പം നാത്തൂനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കുകയല്ലേ ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇന്നത്തെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും അവരുടെ തന്നെ ശിക്ഷാവിധി പാനം ചെയ്യുന്നുണ്ട് ഉടമ്പടി വെച്ചുകൊണ്ട്. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് ഒരു എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളാണ്. എന്താണ്? അവരുടെ കയ്യിരിപ്പ് കാരണം അവരുടെ ശിക്ഷാവിധി തന്നെയാണ് അവർ പാലനം ചെയ്യണത്. എൻ്റെ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ചില ആൾക്കാർ ഒന്ന് ചെയ്താലും ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? വളഞ്ഞ വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നേരെ തൊടുന്നതിന് ശരി അവരിങ്ങനെ തൊടത്തുള്ളൂ. ഗേറ്റ് തുറന്ന് കിടന്നാലും ശരി മധുരം ചടിയേ കയറത്തുള്ളൂ. അതവരെ പഠിച്ചുപോയി. ഈ കുരുഷ്ട പരിപാടിയും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കുനിഷ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ തന്നെ യോഹന്നാൻ പറയും, ആദ്യമേ തന്നെ ഈശോയാണ് ഹൃദയത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ വളഞ്ഞവ ഋജുവാക്കേണ്ടി വരും. ലൂക്ക 3:4-5 തിരുവചനങ്ങൾ.
ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. പരുവരുത്തവ മൃദുവാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇത്രയും കാര്യം ലൈഫിൽ സെറ്റായാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ലൂക്ക 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒന്നൊരു വായിച്ചേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ പരുപരുത്തവ മൃദുവാക്കപ്പെടും. ഇവിടെ മൃദുത്വമാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് നോം എന്ന് പറയണത്. കൃപ പ്രവർത്തിക്കാൻ പറ്റിയ, മനസ്സിലായില്ലേ? മൃദുത്വമില്ലേ, അതാണ് സ്റ്റാൻഡേർഡ് നോം എന്ന് പറയണത്. നിങ്ങളുടെ എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മൃദുഭാവം കൈവരിക്കേണ്ടി വരും. അല്ല, ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾ എടുത്തുചാട്ടക്കാരും മുൻകോപികളുമാണെങ്കിൽ പതുക്കെ, പരവെപ്പുകാരും സൂചിവെപ്പുകാരും ആണെങ്കിൽ, കണ്ടവൻ്റെ അന്നം മുടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ താഴ്വരകളെല്ലാം നിവർത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ഇതിന് നമ്മളൊരു ഓപ്പൺ ടു ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടൊരു തുറവ് വേണം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങൾ ദൈവം അംഗീകരിക്കണം. അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വചനം സ്വീകരിക്കുന്ന ആ മോഡിൽ തന്നെ വേണം അത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തൊട്ടങ്ങുമ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുക എന്നതിന് മുമ്പ് പറഞ്ഞ അനുദപിക്കുക എന്ന് പറയും. അതാണ് അല്ലേ? സുവിശേഷത്തെ വിശ്വസിക്കണ മുമ്പ് തന്നെ ഈശോ എന്ത് പറയും? അനുദപിക്കുക. 1:15 എടുത്ത് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം ആദ്യം. അത് ഇതുപോലെയുള്ള മൃദുഭാവങ്ങൾ കൈവരിക്കണം. ഒറ്റ ധ്യാനം കൊണ്ട് ശരിയാകണം. അല്ലാതെ ഒരാഴ്ച എടുക്കുന്ന ധ്യാനത്തിൻ്റെ കാലം കഴിയുകയാണ് ശരിക്കും. അതിനുശേഷമുണ്ട കർത്താവ് ഉടമ്പടി തന്നത് അല്ലേ? ആ ഒരു കാലം കഴിയുമ്പോഴും ഇപ്പോൾ ഉടമ്പടിയുടെ കാലമാണ്. ഓരോന്നിനും ഓരോ കാലമല്ലേ? ഇപ്പോൾ ഉടമ്പടി എടുത്ത് മനുഷ്യനെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയാണ്. അപ്പം ജീവിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ, ഇപ്പം അശ്വതിയുടെ കാര്യം എന്താ പറയണത്? അശ്വതി പറഞ്ഞ പോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ അവൾക്ക് സെറ്റ്. 1 മാസത്തിനുള്ളിൽ നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1 മാസത്തിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ആകും. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാവും. എന്താ കാര്യം? ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടില്ല. മലയാളം മീഡിയമാണ് ആൾ. ഇംഗ്ലീഷ് കേട്ടാൽ പോലും അവരുടെ ഫൊണാറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒന്നും ക്യാച്ച് ചെയ്യത്തില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. നമുക്ക് പല പ്രശ്നങ്ങളേ ഉള്ളൂ. കർത്താവിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെന്ന് മാത്രം. നമുക്ക് പല പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് പല പ്രശ്നമാണ്. കർത്താവിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? മെറിറ്റുകൾ അവസാനിക്കുന്നിടത്ത് നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഉടമ്പടി അന്വേഷിക്കുന്നത് ഗ്രേസ് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നിനക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞ അവർക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞ നിനക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതൊക്കെ മെറിറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഉടമ്പടി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയുടെ അനുധാരികളും ഡിമാൻഡ്സുകളും നോക്കിയിട്ട് കൃപ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് എറൈസ് നമ്മൾ ക്രമീകരിച്ചെടുക്കണം. കൃപ വർദ്ധിക്കാൻ പറ്റിയ ഇതൊന്നും അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടണമെന്ന് പറയണത്.
ഇപ്പം ധ്യാനം ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് ഉടമ്പടിക്ക് എന്തുമാത്രം മനുഷ്യ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ചൊവ്വാഴ്ച ധ്യാനം കൂടത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കാണാനൊക്കെ വരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആളെ കാണുമ്പോൾ ഡൗട്ട് തോന്നുകയാണെ പറയും, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അയ്യോ അച്ഛാ, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് കാണാനിരിക്കണം, നോക്കാനിരിക്കണേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല. അതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളായത് കേൾക്കണില്ല, തീർന്നില്ല പരിപാടി. ദാറ്റ് ഈസ് നോൺസെൻസ്. അവൾ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ വരികയാണ്. അതുകൊണ്ട് നീ ഇവിടെ കാൽ കുത്തണമെമ്പോൾ തന്നെ കർത്താവ് വരും, പിശാച് വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും, എന്നോട് പറയും. അപ്പോൾ തീരുമാനമായില്ലേ? വല്ല കാര്യമുണ്ട്, എൻ്റെ ആവശ്യമുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തോട് ചെയ്ത വിശ്വസ്തരല്ല. ഇവിടുത്തെ മെയിൻ ബൈബിൾ അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ഫിഡേൽ അൺടു ദി ഡെത്ത്, അൺടിൽ ഡെത്ത്. എന്താണ്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. നിങ്ങൾ നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ നിങ്ങൾ കാപട്യമില്ലാത്ത ആളാണോ എന്നല്ല പ്രശ്നം. നിങ്ങൾക്ക് ഫിഡലിറ്റി ഉണ്ടോ ദൈവത്തോട്? ഫിഡലിറ്റി ഉണ്ടെങ്കിൽ വിശ്വസ്തത, ഉടമ്പടിയുടെ മുഖമുദ്ര ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ്. എന്താണത്? ഉടമ്പടി നിങ്ങൾ കേവല വിശ്വാസികളിൽ നിന്ന് ഒരു ശിഷ്യ, ഒരു ഡിസൈപ്പിളിൻ്റെ റെലത്തിലേക്ക് നിങ്ങളെ ഉയർത്താനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യനാണ്, ശിഷ്യയാണെന്ന് പറയണം. ശിഷ്യയാണെങ്കിൽ അശ്വതി കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവളെ 3 കൊല്ലം ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലേ, ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തോക്കെ ഇവനോട് ചോദിച്ചു, ഇവക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ പറ്റണ പോലെയൊക്കെ അത് എന്തൊക്കെ പറഞ്ഞ്. അപ്പം അതെല്ലാം പൊട്ടത്തിനാണെന്ന് ഇവക്കും അറിയാം. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ, ആ ഇൻ്റർവ്യൂവിന് മുമ്പ് ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവളുള്ള കാര്യം അങ്ങോട്ട് കൈ ഉയർത്തി തൻ്റെ തോൽവി, തൻ്റെ മെറിറ്റില്ലാത്ത അവസ്ഥ അവൾ അംഗീകരിക്കും. അപ്പം നമ്മുടെ മെറിറ്റിലല്ല, പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ നിൻ്റെ അതിനാണ് നമ്മൾ ഉപ്പിടണത്. അവൾ ആ ഇൻ്റർവ്യൂ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട്. എന്താ കാര്യം? എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, എനിക്ക് ഒരു സംസാരിക്കാൻ അറിയാൻ പാടില്ല, ആകപ്പാടെ ഉള്ളത് പോകാനുള്ളൊരാഗ്രഹമുണ്ട്, കടങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ എനിക്കുള്ളൂ, കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി, ഞാൻ എൻ്റെ യോഗ്യതയിലല്ല ആശ്രയിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉപ്പിടണത്. എന്താ ഉപ്പിടണത്? ഉടമ്പടിയാണോ? ഉടമ്പടി ഉപ്പെന്നാണ് ബൈബിൾ പറയണത്. അല്ല, ഓരോരുത്തരിങ്ങനെ, ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടെ ഉപ്പിരിക്കുകയാണ്. എന്താ? നേർച്ച ഇടുന്നവരെല്ലാം അവിടെ നിന്ന് നുള്ളെടുത്തുകൊണ്ട് പോകും. അത്ര ഉപ്പല്ല കൃപാസനത്തിലെ ഉപ്പ്. കൃപാസനത്തിലെ ഉപ്പ് ഉടമ്പടി ഉപ്പാണ്. സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്ന് ബൈബിൾ പറയുന്ന ഉപ്പാണ്. എന്താണത്? അത് ലേവയർക്കുള്ളതാണ്. ലേവയർ ആരാണ്? പുരോഹിത വർഗമാണ്. എന്താ ലേവയന്? മോസസ് ഗോത്രങ്ങൾക്ക് വാഗ്ദാന ഭൂമി വിഭജിച്ച് കൊടുത്തപ്പോഴേ കർത്താവ് മോസസിനോട് പറഞ്ഞ് ലേവയർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ അവകാശമില്ല. എന്താ കാര്യം? ഞാനാണ് അവരുടെ അവകാശം. അയ്യോ, എന്തൊരു സംഭവം! അതുകൊണ്ട് മോസസ് പറഞ്ഞു, എല്ലാ കുറവിലും ലേവ്യരുടെ ഓഹരികളിൽ നിങ്ങൾ ഉപ്പ് തളിക്കണം. അത് നിങ്ങൾ എടുക്കാനും പള്ളിക്ക് എടുക്കാനുമല്ല, അത് അവരുടെ കുടുംബം കഴിയാൻ വേണ്ടിയുള്ളതാണ്. അത് കാര്യം എൻ്റെ ഓഹരിയാണെന്നത്, അതെൻ്റെ ഓഹരിയാണ് ഉപ്പ് തളിക്കണത്. അത്രയും ബോധത്തിൽ വേണം നിങ്ങൾ ഉപ്പ് കൈകാര്യം ചെയ്യാൻ. എന്നുവെച്ചാൽ എനിക്കിവിടെ അവകാശമില്ല, നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് മെറിറ്റില്ല. അശ്വതി എന്താ ചെയ്യണത്? അശ്വതി സിസ്റ്റത്തെ തന്നെ ഉടമ്പടി തൈലം എടുത്തേണ്ട ഒരു കുരിശ് വരക്കും. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ സംസാരിക്കാൻ അറിയത്തില്ല, പറയണത് മനസ്സിലാകത്തില്ല, പിന്നെ എന്താണ്? ഇനി എല്ലാം നിൻ്റെ കയ്യിലാണുള്ളത്. അതാണ് ഉപ്പ് വിട്ടേക്കണത്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 25 ക്വസ്റ്റ്യൻ ചോദിക്കും. 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും അവർക്ക് അറിയാവില്ല. അതുകൊണ്ട് അതിന് സന്തോഷമില്ല. കാര്യം പൊട്ട മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അവർ പറഞ്ഞ് യു ഗോട്ട് 24 ഔട്ട് ഓഫ് 25 എന്ന് പറയും. ഇതാരാണ് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് നമ്മളോട് പറഞ്ഞ ആളാണ്. അപ്പോൾ പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് വിഷയം.
എൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടെന്നാണ്. അവിടെ കയറിപ്പോയി. കയറിപ്പോകുമ്പോൾ എന്താ, കൂട്ടുകാരെ പറഞ്ഞ്, നീ കയറിപ്പോകും, നിൻ്റെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഇല്ലേ, അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. അത് നടക്കാൻ വകുപ്പില്ല, നീ ഫ്രഷ് ഹാൻഡല്ലേ, അവിടെ നിനക്ക് ഉദ്യോഗം കിട്ടിയെന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള സെറ്റപ്പായിട്ടില്ലല്ലോ. അപ്പം അത് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് അവൾ പറയും. അപ്പോൾ വിസ അടിച്ച് വരുമ്പോൾ ഭർത്താവിനും 2 കുഞ്ഞുങ്ങൾക്കും ഒപ്പമാണ് വിസ അടിച്ച് വരണത്. ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ ഈ അശ്വതി എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത് പെട്ടെന്നിങ്ങനെ ഓടിത്തിരിയും, കർത്താവ് ആരാണ്, ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ. ചില ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താ ഒത്തി കിട്ടാതെ കൂട്ടി പോയാ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആംബിഗസായിട്ട് ചെയ്യും. അപ്പം ചെയ്യുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമായി ക്യാൻസൽഡാണ്. നിങ്ങൾ ഡൗട്ട് ഫെയ്ത്തിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഉടമ്പടി സ്റ്റാൻഡ് ക്യാൻസൽഡ്, ഓട്ടോമാറ്റിക് ക്യാൻസലിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കേണ്ട കാര്യം. അവിടെ പോയിരുന്ന് ഉറങ്ങി വെച്ച് വന്ന് വല്ലതും കുത്തി കുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യും. ദാറ്റ് നോൺ സെൻസ്. നിങ്ങൾ ഇത് ഡൗട്ട് ഫെയ്ത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ ഈ സ്ഥലത്ത് ആൾക്കാരെ കാല് കുത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് ക്യാൻസൽഡ് ആവും. എന്താ കാര്യം, ഫിഡലിറ്റി ഇല്ലെന്ന് കർത്താവിന് അറിയാം. എൻ്റെ മക്കളെ, ഏറ്റവും പ്രശ്നം അനുഗ്രഹാനന്തര കാലഘട്ടമാണ്. നിങ്ങളുടെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടിയിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ദൈവം നോക്കും. ഒരു പത്തറ്റിക് റീസൺ പറയാം, 90% ആൾക്കാരുടെ ഉടമ്പടി അപകടത്തിലാണ്. എന്താ കാര്യം, ഇവർ ഉടമ്പടി ചെയ്യണ ദൈവത്തോടല്ല, അവിടെ വിഷയത്തോടാണ്. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടമ്പടി അനുസരിച്ച് ജീവിക്കത്തില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇവിടെയാണ് അശ്വതി വ്യത്യസ്തയാകണത്. ബൈബിളിൽ വ്യത്യസ്തതയ്ക്ക് ഭയങ്കര അർത്ഥമാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതാണ്. ഉടമ്പടിയിൽ നമ്മൾ ശ്രമിക്കുന്നത് വ്യത്യസ്തമാകാനും മനസ്സിനിണങ്ങിയതാണ്. 2 വാക്കും ബൈബിളിലെ വാക്കാണ്. ഡിഫറൻസ് എടുത്തേ, ശ്രുതികടെ ഹല്ലേലൂയ. പുറപ്പാട് 33:16. പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ്, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് വിഷയം. ദൈവം ഉടമ്പടിയിലൂടെ വരണം. എന്താണ് ഉടമ്പടി? ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതൊക്കെ പഴയ സിലബസാണ്, മറന്നു പോകരുത്. ജോഷുവ, take the word of God. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോഷുവ 1:9. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും, പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ളതാണ് ഉടമ്പടി. എന്തിനുള്ളതാണ്? വാഗ്ദാനം പ്രാപിക്കാനുള്ളതാണ്, അല്ലേ? വാഗ്ദാനം എന്ന് പറയുന്നത് ഉടമ്പടിയാണ്, ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. 5:9 എടുത്ത് 105:9 സ്തുതിയുടെ ഹല്ലേലൂയ സങ്കീർത്തന സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 105-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനം തന്നെയാണ്. ഉടമ്പടി ചെയ്യണത് എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാനാണ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ബേസിക് വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ, ഇന്റർവ്യൂവിനായാലും ശരി, കോടതിയിലായാലും ശരി, ഐ വിൽ കം വിത്ത് യു. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്
തൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കണം, മറ്റുള്ള വ്യക്തികളെക്കാൾ വ്യത്യസ്തമായിരിക്കും. അതാണ് മോസസ് പറയണത്. മോസസ് എന്താ പറഞ്ഞത്? 33:16 വായിച്ച്. പുറപ്പാട് അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ ദൈവ സാന്നിധ്യം പിന്നെ നീണ്ട സാന്നിധ്യമായിട്ട് മാറുമ്പോഴാണ് ഈ സഞ്ചാര സാന്നിധ്യം വരണത്. ഉടമ്പടിയുടെ ഏറ്റവും ഫ്രൂട്ട്സ് എന്താണ്? സഞ്ചാര സാന്നിധ്യമാണ്. സാന്നിധ്യം തന്നെ നീണ്ടു വരും, കൂടെ വരും. അപ്പോഴാണ് സഞ്ചാര സാന്നിധ്യം വേണ്ടത്. സഞ്ചാര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മഴവില്ല്, സുഗന്ധാഭിഷേകം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ദൈവാനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. സ്വപ്നം, ദർശനം, അതെല്ലാം സഞ്ചാര സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ദൈവം. ഇതിന് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് തനിക്ക് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്തിയെന്ന് പറയാം. ഏറ്റവും വലിയ എൻ്റെ ഒരു ത്രെട്ടെന്ന് പറയണത്, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർഷൻ സംഭവിക്കേണ്ടത്. മനസാന്തരപ്പെടുകണ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും പാവം പറഞ്ഞിട്ട് കുമ്പസാരിക്കണതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ആളായിട്ട് ഇങ്ങനെ മാറണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ. അപ്പോസ്തല പ്രവർത്തനം 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പ്രോബ്ലം. അയാൾ തോന്നിയവാസിയായി ദാവീദ് എന്ന് പറഞ്ഞെങ്കിൽ ദാവീദിൻ്റെ ബയോഡേറ്റ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അയാൾ ഈശോയുടെ മനസ്സിനിണങ്ങിയ ആളാണ്. ഇതിന് ആധ്യാത്മികതയുടെ ഒരു ബേസിക്കാണ് ഈ സാധനം. നമ്മുടെ പ്രശ്നം നമ്മുടെ അവസ്ഥയല്ല, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങുക എന്നുള്ളതാണ്. അബദ്ധങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി, അപ്പോഴും പുള്ളി കണ്ണീരണിഞ്ഞു നിന്നിട്ട് പറയണം അബദ്ധം പറ്റി, പക്ഷേ ഇതിൻ്റെ പേരിൽ നിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത്. കാര്യം നിൻ്റെ പരിപാവനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അപ്പോൾ ആ പ്രാർത്ഥന മാത്രം മതിയല്ല ഒരു മനുഷ്യരാശി പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി. ആ പറഞ്ഞ വാക്ക് ചങ്ക് പറഞ്ഞ് പറയണതാണ്. അത് തകർന്ന ഹൃദയം കർത്താവ് നിരസിക്കുകയില്ല. തകർന്നാണ് ഇരിക്കണത്. തകർന്നവൻ്റെ പ്രാർത്ഥനയാണത്. എന്താ പറയണത്? അബദ്ധം പറ്റി, പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിപാവനെ എടുത്ത് കളയരുത്. കാര്യം അബദ്ധം പറ്റി, പക്ഷെ അതിനേക്കാൾ വലുതായി ഞാൻ കരുതണത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിന് വേണ്ടി അനുദപിക്കുന്ന ഒരാളാണ് ദാവീദ്. അതാണ് നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കുക. അപ്പം അനുതാപവും സാന്നിധ്യവും തമ്മിലാണ് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഫോർ വാട്ട് വി ഷുഡ് റിപ്പന്റ്? ഫോർ ദി പ്രസൻസ് ഓഫ് ഗാഡ്. എന്തിനു നീ അനുദപിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഞാൻ അനുദപിക്കേണ്ടത്. ഈ സാന്നിധ്യം നൗ ആൻഡ് ദെൻ അല്ല. It's a continuous and frequent process. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മോസസ് പറയും, we will be a different people. എന്തോ ഒരു വലിയ വായിലാണ് പറയണത്. എങ്ങാനും ഞങ്ങളുടെ കൂടെ നീ അണമറിയാത്ത സാന്നിധ്യമാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കൈയടിച്ചിട്ട് ശ്രുതികട്ടെ. അപ്പൊ ഈ അശ്വതിയുടെ ജീവിതം അവസാനം ഇവരെല്ലാവരും കൂടി യൂറോപ്പിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും, അവിടെ താമസിക്കും, നല്ലൊരു കമ്പനി മാതാവ് കൊടുക്കും, അവിടെ ജീവിക്കും, ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കും, കുഞ്ഞുങ്ങളായിട്ട് അവിടെ ജീവിക്കും. പക്ഷെ 3 കൊല്ലത്തെ വിസയേ ഉള്ളൂ. 3 കൊല്ലമായപ്പോൾ കമ്പനി പൊളിഞ്ഞപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. പലരുടെ വിസയും കട്ട് ചെയ്ത് കളഞ്ഞ്.
കമ്പനിയെക്കുറിച്ച് എന്തൊക്കെ മോശം റിപ്പോർട്ടുകൾ മേൽഘടകത്തിലേക്ക് പോയി. ഇപ്പോൾ കുറേ ആൾക്കാർ പിരിച്ചുവിട്ട്. അപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. അപ്പോഴും അശ്വതി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കണതെന്ന്. അതാണ് അനുഗ്രഹാനന്തര കാലമെന്ന് പറയണത്. ഇതാണ് വ്യത്യസ്തമെന്ന് പറയണത്. മറ്റുള്ള വ്യക്തികളെക്കാൾ ഇവർ വ്യത്യസ്തമാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടി ദൈവം എനിക്ക് തന്നു. പക്ഷേ ഞാനപ്പോഴും എന്താ ചെയ്തത്? ഉടമ്പടി തന്നെയാണ്. ഞാൻ പ്രൊട്ടസ്റ്റൻ്റ്, അവിടെ മുഴുവൻ കാത്തലിക്സ് ഇല്ല ഞാൻ പോയ സ്ഥലത്ത്, പ്രൊട്ടസ്റ്റൻ്റുകാരും പെൻ്റക്കോസ്റ്റൽസുമാണ്. ഞാൻ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നവരെ പോരെ. പ്രേക്ഷിത പ്രവർത്തനം അതായത് വ്യത്യസ്തത എന്ന് പറയണത്. ഈ 3 കൊല്ലവും ഇവർ പത്രം വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് ഇവരെല്ലാം ഫോണിൽ ഇവളെ വിളിക്കും. ഓർക്കണം, ഇവർ ഒരു നോൺ ക്രിസ്ത്യൻ ചെയ്യുന്ന കാര്യമാണ് കർത്താവിന് വേണ്ടി. അതായത് എന്നിട്ട് അവസാനം ഇവരുടെ അശ്വതി അമ്മയോട് പറയും, ഞങ്ങൾ ഈ രാജ്യത്തു നിന്ന് പോവുകയാണ്, സുവിശേഷ വേല തീരുവല്ല എന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. എന്താണ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അങ്ങ് ഈ വിസ പുതുക്കി തന്നാലും പുതുക്കി തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പ്രേക്ഷിത വേല തുടരും. അങ്ങ് ഈ വിസ എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. അതാണ് ഇന്നലെ ഇവരുണ്ടായിരുന്ന റാലിക്ക്. അതാണ് നിലപാടുകൾ കണ്ടില്ലേ. അങ്ങ് എനിക്ക് വിസ പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ആ റാലി എൻ്റെ മക്കളും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ കൂടണമെന്ന്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യാനുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കടി, ഇത് പ്രാർത്ഥിച്ച അപ്പായി കേൾക്കും. അതാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന നാവിൽ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങ് എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കാം. എനിക്ക് ഉടമ്പടി പുതുക്കി തന്നാലും ഇല്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാൻ സന്തോഷത്തോടെ ആ റാലി കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ന്യായമായൊരു കാര്യം, എനിക്ക് സന്തോഷത്തോടെ ഇത് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയും, എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്ന്. ഇതിൽ ദൈവം വീണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത് ഈ ഒരു ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ ഇവള് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയെ. അതാണ് വിഷയം. നമ്മൾ ആരാധന നടത്തുമ്പോൾ ഇത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അവൾ കൂടണത്, അല്ലെങ്കിൽ ഓൺലൈനാണ് കൂടണത്. പക്ഷേ ആ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഇവിടെ ഈശോ എൻ്റെ മനസ്സ് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. എന്താണ്? കർത്താവ് ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോടുകൂടി അവളുടെ കണ്ണ് നിറഞ്ഞു പോയി. കർത്താവ് എന്നെ കണ്ടല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ എന്ന്. അതാണ് വിഷയം. കർത്താവ് ഇങ്ങനെയാണ് മക്കളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും കേൾക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണില്ല കേൾക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ജീവിതം ജീവിച്ചിട്ടാണ് നമ്മൾ പണി അളന്ന് മേടിക്കണത്. സത്യസന്ധമായിരിക്കണം ദൈവത്തിരുസന്നിധിയിൽ. കണ്ട, ഇംഗ്ലണ്ടിൽ വെച്ച് അവൾ രാത്രി പ്രാർത്ഥിച്ചത് പകൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഉടമ്പടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞൊരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ. ആ സെക്കൻഡ് തീരുമാനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിക്കുകയുള്ളൂ. കമ്പനി വിളിച്ചും പറഞ്ഞും നിൻ്റെ വിസ പുതുക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇവളോട് പറയും, ഇത് നിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല, ഇത് നിൻ്റെ കൃപാസനം അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് പറയും. കാര്യം അവൾ കൃപാസനത്തിൻ്റെ അവൾ പറയണത്, ഞാൻ എൻ്റെ ഉടമ്പടി കാശരം കുളിക്കണ സമയത്ത് പോലും കഴുത്തേന്ന് ഉരത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ ഉടമ്പടി ജീവിക്കണത്. അവൾ ഇട്ട കാശുരൂപം, അന്നിട്ട കാശുരൂപം ഇന്ന് വരെ ശരീരത്തിന് കുളിക്കണ സമയത്ത് പോലും മാറ്റിയിട്ടില്ല.
ഓരോ വിഷയങ്ങളും. അപ്പം ഇത് വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ് ശരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത. എൻ്റെ മക്കൾ ഏത് കാലാവസ്ഥയിലും, കാലാവസ്ഥ ഭേദമായ അതിൻ്റെ പേരിൽ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് തിമോത്തി ഇല്ലേ, 2 തിമോത്തി എടുത്തേ, 2 തിമോത്തി 4:2 എടുത്തേ. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. തിമോത്തിയോസ് 4:2. 2 തിമോത്തി 4:2. വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില സമയത്ത് സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ അപ്പോഴും സുവിശേഷ ജാഗ്രത ഉണ്ടാകണം നമുക്ക്. അതാണ് അവൾ പറയണത്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി തന്നെ ജീവിക്കും. അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും, അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഈ അനുഗ്രഹാനന്ത കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അവിടെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചു തരും, മക്കളെ ഏറ്റു പ്രാർത്ഥിക്കണം. രോഗമുള്ളിടത്തെ കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. ശ്രുതികടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തിപ്പെടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി വരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, PCOD രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വ മാലിന്യങ്ങള്, സർവ്വമാരക രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികടെ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ചമുതൽ കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവർ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതി കെട്ടിയിരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ
ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവെ. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെരട്ടെ, കുതിരപ്പെരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്റ്റ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവർ, അവിടെ വെള്ളം കിട്ടാത്തവർ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവർ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിൻ്റെ നാമം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവെ, കുടുംബത്തിലെ കർത്താവ്, ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ, അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേസുള്ളവർ കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിലെ തടസ്സങ്ങളുള്ളവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.